നമസ്കാരം. ശരീരശുദ്ധിക്കായി യോഗശാസ്ത്രം അനുശാസിക്കുന്ന ഷഡ്ക്രിയകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നൗളിക്രിയ. നൗളിക്രിയ പരിശീലിക്കുന്നതിന് മുൻപ് ബന്ധങ്ങളായ ജാലാന്തരബന്ധം, ധ്യാനബന്ധം, മൂലബന്ധം ഈ 3 ബന്ധങ്ങളിൽ പ്രാവീണ്യം നേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ധൗതിക്രിയകളിൽ ഒന്നായ അഗ്നിസാര ധൗതിയിലും നമ്മൾ പരിചയിച്ചു വരേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ ബാഹ്യകുംഭകം ഒരുവിധം വശമായവർക്കാണ് ഇത് നന്നായി ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ശ്വാസം പുറത്ത് നിർത്തി ചെയ്യേണ്ട ഒരു ക്രിയയാണ് നൗളിക്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാഹ്യ കുംഭകം കൂടി നമ്മൾ വശമായതിനു ശേഷമാണ് ഇതിലേക്ക് വരേണ്ടത്. നൗളിക്രിയ ഉദര സംബന്ധമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമായി പറയുന്ന ഒന്നാണ്. അതുപോലെ ശ്വസന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ ഈ 3 വ്യവസ്ഥകൾക്ക് പൂർണ്ണമായും പ്രയോജനം ചെയ്യുന്ന ഒരു ക്രിയയാണ് നൗളി. നൗളി ഇത്രയധികം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഏറെ കരുതൽ വേണ്ട ഒരു പരിശീലനവും കൂടിയാണ്. ഇത് ഉദര രോഗത്തെ തടയുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആത്മീയ ഉണർവിനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഇത് ഉപകാരപ്പെടുന്നതായി പറയുന്നു. പിന്നെ ഇതൊക്കെ ഉള്ളപ്പോൾ പോലും ഇത് ചെയ്യരുതാത്ത ചില ഘട്ടങ്ങൾ കൂടിയുണ്ട്. അതായത് ഉദര സംബന്ധമായ അസുഖങ്ങൾ കാര്യമായുള്ളവർ, അതുപോലെ തന്നെ പരിശീലിച്ച് തുടങ്ങിയതിന് ശേഷമല്ല, പരിശീലിച്ച് തുടങ്ങാൻ അധികം പ്രായമായതിനു ശേഷം ഉള്ള ആളുകൾ ഇത് പരിശീലിച്ച് തുടങ്ങുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഹെർണിയ, അൾസർ പോലെയുള്ള അസുഖങ്ങൾ ഇതൊക്കെ ഉള്ള ആളുകൾ പരിശീലിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ആർത്തവാവസ്ഥ, ഗർഭാവസ്ഥ, ഇങ്ങനെയുള്ള BP, ഉയർന്ന രക്തസമ്മർദ്ദം ഇതൊക്കെ ഉള്ളവർ ഇത് ഉപേക്ഷിക്കേണ്ടതാണ്. പിന്നെ ഇത് പരിശീലിക്കുന്ന ഉദരത്തിന് നൽകുന്ന ഒരു ഉഴിച്ചിലാണ്. ഇത് ഉദര അവയവങ്ങൾക്ക് നൽകുന്ന ഒരു ഉഴിച്ചിലാണ് നൗളിക്രിയ. ഇതൊരു 3 ഘട്ടമായിട്ട് നമുക്കത് ചെയ്യാം. അതായത് വാമനൗളി, ദക്ഷിണ നൗളി, മധ്യമ നൗളി ഇങ്ങനെയാണ് പറയുന്നത്. മധ്യമ നൗളി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉദര ഭാഗം മധ്യഭാഗത്തേക്ക് കോൺട്രാക്ട് ചെയ്ത്, അതായത് സങ്കോചിപ്പിച്ച് ചെയ്യുന്നതാണ്. പിന്നെ വലതു ഭാഗത്തേക്ക് ചേർത്ത് വരുമ്പോൾ അത് ദക്ഷിണ നൗളി എന്നും, ഇടതു ഭാഗത്തേക്കാകുമ്പോൾ വാമനൗളി എന്നും പറയുന്നു. ഇത് ചേർത്ത് ചെയ്യുന്നതാണ് ഇതിൻ്റെ, അതായത് മൊത്തത്തിൽ ഉദരഭാഗം ചുഴറ്റുന്ന ആ രീതിയാണ് നൗളിക്രിയ എന്ന് പറയുന്നത്. ഇനി ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന്